തിരുവനന്തപുരം കോർപ്പറേഷന്റെ മാസ്റ്റർ പ്ലാൻ റെഡിയാവുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സൂചനകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ രണ്ട് മേഖല വളരെ പ്രധാനമായി ഇപ്പോൾ രാജേഷ് മേയർ പല വേദികളിലും പറയുന്നു. അതിനെ സംബന്ധിക്കുന്ന ചില വിപുലീകരിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളിൽ രണ്ടും സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് മെഡിക്കൽ ടൂറിസത്തെ കുറിച്ച് പറയുന്നതിനകത്ത് രാജേഷ് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം മാലി, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വരുന്നുണ്ട്. അത് പിന്നെ കിംസിൽ വരുന്നുണ്ട്, SP ഫോർട്ടിൽ വരുന്നുണ്ട്, PRSൽ വരുന്നുണ്ട്. ഇങ്ങനെ വിവിധ ഹോസ്പിറ്റലുകളിൽ. കാരണം മാലിയിൽ അതിഭയങ്കരമായ ചികിത്സാ ചെലവാണ്, വലിയ ചികിത്സാ ചെലവാണ്. ഇവിടെ 10,000 രൂപ ആവുന്ന അവിടെ 1,00,000 രൂപ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റിലെടുത്ത് വന്നിട്ട് അവർക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് മാലിക്കാർ ധാരാളമായി കേരളത്തിൽ വരുന്നുണ്ട്. ഇനി തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തിരുവനന്തപുരത്ത് നിരവധി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. മെഡിക്കൽ കോളേജ്, ജൽ ഹോസ്പിറ്റൽ, SUT, RCC, അതുപോലെ തന്നെ പിന്നെ ശ്രീചിത്ര, ഇങ്ങനെ പിന്നെ ആയുർവേദ കോളേജ്, വളരെ പാരമ്പര്യമുള്ള 100 വർഷത്തിൽ അധികം കഴിഞ്ഞ ആയുർവേദ കോളേജ്, ഹോമിയോ സംവിധാനങ്ങൾ, സിദ്ധയുടെ സംവിധാനങ്ങൾ, ഇതിങ്ങനെ എല്ലാമുള്ള ഒരു മെഡിക്കൽ ഹബ്ബ് ആവാനുള്ള സാധ്യത തിരുവനന്തപുരത്തുണ്ട്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് മേയർ കൊടുക്കാം എന്നാണ് രാജേഷ് പറയുന്നത്. ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഹോസ്പിറ്റലുകളെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റ് ഈ സംസ്ഥാനത്തിന്റെ വിവിധ RCCയിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ട്രീറ്റ്മെന്റിന് ആൾ വരുന്നത്. അതുപോലെ ശ്രീചിത്രയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു സാധ്യത വളരെ വലുതായിട്ടാണ് രാജേഷ് കാണുന്നത്. അതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ പഞ്ചകർമ്മ ചികിത്സ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ആയുർവേദത്തിലെ ഓരോ ആയുർവേദ വിധി പ്രകാരമുള്ള ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. അതിന് വലിയ സാധ്യതയാണുള്ളത്. അത് വല്ലാതെ പ്രൊമോട്ട് ചെയ്താൽ മൺസൂൺ കാണാൻ പോലും കേരളത്തിൽ വിദേശികൾ വന്നിരുന്നു. ഒരു കാലഘട്ടത്തിൽ മഴ ആസ്വദിക്കാൻ വന്നിരുന്ന ഒരു നാടാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സാധ്യതയാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ ടൂറിസം നൽകുന്നത്. ആ മെഡിക്കൽ ടൂറിസം നൽകുന്ന സാധ്യത എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളെ കണക്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ആശാ വർക്കേഴ്സ് ഉണ്ട്, NRHMകാരുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ധാരാളം കുട്ടികളുണ്ട്, ആയുർവേദ കോളേജിൽ നിന്ന്. അവരെ എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള വളരെ കൃത്യമായ മെഡിക്കൽ ടൂറിസം നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ രാജേഷ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്പിരിച്വൽ ടൂറിസം. അതിനും അനന്തമായ സാധ്യതയാണുള്ളത്. കാരണം ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ പൊങ്കാലയ്ക്ക് മാത്രമായിട്ട് ഗിന്നസ് റെക്കോർഡ് പ്രകാരം എത്ര ലക്ഷം വനിതകളാണ് വരുന്നത്. അത് പലപ്പോഴും വളരെ അശാസ്ത്രീയമായും, അത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പൊങ്കാലയ്ക്ക് 2 മാസം മുമ്പ് ഒരു യോഗം ചേർന്ന് വളരെ അശാസ്ത്രീയമായി തലേദിവസം കൊണ്ടിട്ട് അറിയുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ കുറെ കൂടി വിപുലീകരിച്ചു കൊണ്ടുള്ള ആറ്റുകാൽ ക്ഷേത്രം, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, വളരെയധികം ആളുകൾ വരികയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് കുറവുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ധാരാളം ആളുകൾ വരുന്നവർക്കെല്ലാം ശുചിമുറിയിൽ പോകാൻ പോലും അവർ ഹോട്ടലുകളിൽ കയറി ശുചിമുറിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന രീതിയാണ്. അതൊക്കെ മാറിയാൽ വളരെ വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെട്ടുകാട് പള്ളിയുണ്ട്, അതുപോലെ തന്നെ ഭീമാ പള്ളിയുണ്ട്. അങ്ങനെ അതും വളരെ പ്രധാനപ്പെട്ട, ഭീമാപള്ളി ഉറൂസ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രധാനമാണ്. വെട്ടുകാട് ദേവസ്വന്റെ അവിടുത്തെ മാതൃദേവസ്വന്റെ അവിടുത്തെ പെരുന്നാൾ, അതൊക്കെ വളരെ വലുത്. അതിന് പാളയം ഗണപതി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രമൊക്കെ വളരെ ഗൗരവമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ടൂറിസം. അതുപോലെ തന്നെ ആഴിമല ക്ഷേത്രം വലിയ തിരക്കുള്ള ആളുകളാണ്. അതുപോലെ ചെങ്കൽ പിന്നെ ഇതിന് പുറത്തിരിക്കുകയാണെങ്കിലും, തിരുവനന്തപുരത്തിന് പുറത്തിരിക്കുകയാണ്, കോർപ്പറേഷന്റെ പുറത്തുള്ള ഒരു പഞ്ചായത്ത്, ചെങ്കൽ പഞ്ചായത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അതിന് വലിയ സാധ്യതയുണ്ട് തിരുവനന്തപുരവുമായി കണക്ട് ചെയ്താൽ. അപ്പോൾ കന്യാകുമാരിയും കൂടി ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ തിരുവനന്തപുരം കന്യാകുമാരിയെ മൊത്തം പാക്കേജായി പിടിക്കുന്ന ഒരു സ്പിരിച്വൽ ടൂറിസം പാക്കേജ് പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, അവിടത്തേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കണം, വരുമാനമുണ്ടാകണം, തൊഴിൽ കൊടുക്കണം. ഒരുപാട് ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കൊടുക്കാൻ പറ്റണം. അങ്ങനെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത് കൃഷിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തൊഴിൽ കൊടുക്കാൻ സാധ്യതയില്ല. കാരണം കൃഷിക്ക് അതിനൊരു പരിമിതിയുണ്ട് കൊടുക്കുന്നതിന്. അല്ല അങ്ങനെ ഒരുപാട് പറമ്പ് കാര്യങ്ങളൊന്നും ഉള്ള സ്ഥലമല്ലല്ലോ, നഗരമല്ലേ. അപ്പൊ കൃഷിക്ക് വലിയ സാധ്യത. IT കൊടുക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്.
IT അതിനൊരു സാധ്യത ഒന്ന് ലിമിറ്റുണ്ട്. അതേസമയം ഇത് വളരെ കൃത്യമായി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കുകൾ പലതും കിടപ്പുണ്ട്. ഇപ്പോൾ പൂജപ്പുര പാർക്കും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും മനോഹരമായ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മനോഹരമായ സ്ക്വയർ തീർക്കാൻ പറ്റും. നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റ് ബോർഡിനകത്ത് മനോഹരമായ ഒരു പാർക്ക് കിടപ്പുണ്ട്. അത് സ്മാർട്ട് സിറ്റിയിൽ നന്നാക്കിയതാണ്. പക്ഷെ അവിടെ ആളും പൊത്തയൊന്നും ഇല്ലാത്ത പൂച്ച കയറി കിടക്കുന്ന രീതിയിലാണ് പോകുന്നത്. അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, എങ്കിലും അത് പോരാ. വളരെ മനോഹരമായ രീതിയിൽ ആ പാർക്കിനെ മാറ്റാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ വേളി, അതുപോലെ തന്നെ ആക്കുളം, ഈ സ്ഥലങ്ങളും കോവളം, ഇതിനെയും കൂടി ഈ ടൂറിസത്തിന്റെ മെഡിക്കൽ ടൂറിസം ആയാലും അല്ലെങ്കിൽ വെൽനസ് ടൂറിസം ആയാലും, അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസത്തിന് വേണമെങ്കിൽ നമുക്ക് വെൽനസ് ടൂറിസം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ സ്പിരിച്വൽ ടൂറിസം, ഇത് രണ്ടായാലും ഈ സ്ഥലങ്ങൾ കൂടി വികസിപ്പിച്ചാൽ, ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരുന്ന ഒരാള് ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേളിയിലോ ആക്കുളത്തോ കോവളത്തോ പോയി ഈ മറ്റു കുറച്ച് എന്താ പറയുക, ലേസർ ഷോ കാണുക, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണുക, അവിടെ പിന്നെ ബോട്ടിംഗ് നടത്തുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടപ്പോഴാണ് അത് ടൂറിസം പോയിന്റിലേക്ക് വരുന്നത്. അല്ല ക്ഷേത്രം മാത്രം കണ്ടുപോകുന്നതല്ലല്ലോ. അപ്പൊ ഇത്തരത്തിലേക്കുള്ള ഒരു പാക്കേജ് അത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ കൊണ്ട് അത് കഴിയില്ല. കാരണം ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ കയ്യിലിരുന്നിട്ട് അത് അവരെ കൊണ്ട് കഴിയില്ല എന്ന് അവർ തെളിയിച്ചു. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ഏതെങ്കിലും വാർഡ് മെമ്പറെ ഏൽപ്പിച്ചുകൊണ്ടോ ആ വാർഡിൽ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയതുകൊണ്ടോ മാത്രം തീരുന്നതല്ല. ഇതൊരു മിഷൻ, വളരെ കൃത്യമായി 2 മിഷൻ പ്രവർത്തിപ്പിക്കണം. ഒന്നാമത്തെ മിഷൻ എന്ന് പറയുന്നത് ഈ ടൂറിസം മേഖലയിലുള്ള മെഡിക്കൽ ടൂറിസം, ആരോഗ്യ, അത് വെൽനസ് ടൂറിസം ആണെങ്കിൽ കുറെ കൂടി ആളുകൾക്ക് കേട്ടാൽ കുറച്ചുകൂടി മെഡിക്കൽ ടൂറിസത്തിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ടെർമിനോളജി ആയിട്ട് എടുക്കേണ്ടത് ഒരു വെൽനസ് ടൂറിസം തിരുവനന്തപുരത്ത് വലിയ സാധ്യതയുള്ളതാണ്. അത് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമതാണ് സ്പിരിച്വൽ ടൂറിസം. അത് സ്പിരിച്വൽ ആൻഡ് ഹെറിറ്റേജ് എന്നും കൂടെ ആക്കിയാൽ വളരെ പത്മനാഭപുരം കൊട്ടാരം കാണുന്നതാകട്ടെ, തിരുവനന്തപുരം നെടുമങ്ങാട് കൊട്ടാരം കാണുന്നതാകട്ടെ, തിരുവനന്തപുരത്തുള്ള തന്നെ വസ്തുക്കളും അത് കാര്യങ്ങളൊക്കെ കാണുന്നതാകട്ടെ, അങ്ങനെ ഒരു സ്പിരിച്വൽ ആൻഡ് ഹെറിറ്റേജ് ടൂറിസവും മെഡിക്കൽ ആൻഡ് വെൽനസ് ടൂറിസവും കൂടി ചേർന്നാൽ മനോഹരമായി തിരുവനന്തപുരത്ത് വലിയ സാധ്യതയുണ്ട്. ഇത് VV രാജേഷ് തന്നെ പറയുന്ന വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഞങ്ങൾ എടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ സാധ്യതയും തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ നോക്കാവുന്നതാണ്.